ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബിജെപിയുടെ അടിവേര് UDF വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. സന്ദീപ് വാര്യർ ചീള് കേസാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. മനസ്സിലായല്ലോ? ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ടതാണ്. എന്താ സംശയം? പാൽ സൊസൈറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ, നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ BJP എന്ന് എഴുതി കൊടുത്ത ഈ BJPയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ. സന്ദീപ് വാര്യർ BJP വിട്ടുപോയപ്പം BJPക്കാർ പറഞ്ഞ് ഈസി ആയിട്ട് പാലക്കാട് അവർ വിജയിക്കുമെന്നാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെ ട്രോൾ വീഡിയോസ് ഒക്കെ പടച്ചുവിട്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസി ആയിട്ട് വിജയിച്ചു. കെ സുരേന്ദ്രനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഈ പാർട്ടി ഒരിക്കലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല.